പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ, ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ, അതൊക്കെ ഹലാലുമായി. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. ഇതിന്റെ വിഷയം അവിടെയാണുള്ളത്. ഏതുപോലെ പ്രസംഗം, അതിനിപ്പോ നമ്മൾ കണ്ടല്ലോ, ഒരു മൈക്കൊക്കെ വെച്ച് ഏതൊക്കെ രൂപത്തിൽ അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാൻ പറ്റോ, അത് നമ്മൾ ചിന്തിച്ചല്ലോ. ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത്. മറ്റതൊക്കെയും തെറ്റിദ്ധരിച്ചതാ. ചുരുക്കി പറയുകയാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളത് ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ. രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധമല്ലാത്തതും ഉണ്ട്. അശ്ലീല ഗാനങ്ങൾ മറ്റതൊക്കെ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീതോപകരണം ഇതാവും. നമ്മളതല്ലേ, നമ്മളിത് ഹറാമാക്കും. മൊത്തം നമ്മളൊരു ഹറാമേ കണ്ടിട്ടുള്ളൂ, എല്ലായിടത്തും ഹറാമ് വെച്ചു കൊടുക്കും. എന്നിട്ടോ നമ്മളെല്ലാത്തിനും ഇത് ഉപയോഗിക്കും ചെയ്യും. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മ്യൂസിക് വരുന്നില്ലേ, അത് പിന്നെ ഉസ്താദെ കൂടാതെ കഴിയും. പിന്നെ റേഡിയോ കേൾക്കുകയാണെങ്കിൽ മ്യൂസിക് വരുന്നില്ലേ, എവിടെയാണ് മ്യൂസിക് വരാത്തത്? എല്ലാ സ്ഥലത്തും വരുന്നുണ്ടല്ലോ. ഇസ്ലാം എത്ര സുന്ദരം അതാണ് സുഹൃത്തുക്കളെ. കാരണം ഹാർമോണിയത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? കുടുകുടൂന്നൊരു പാട്ടല്ലേ, ചില കക്കൂസിൽ വരെ കാണാൻ പാട്ട്. ഇസ്ലാം പ്രായോഗിക മതത്തിൽ ഇങ്ങനെ പൊത്താൻ പറ്റുമോ? തീരെ സംഗീതം പാടില്ല എന്ന് പറഞ്ഞവന് പ്രകൃതിയോട് തന്നെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിലാണ് അവൻ പറയുന്നത്. ഇവിടെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇങ്ങനെ ഈ രംഗത്തൊക്കെ അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം സംഗീതത്തിന്റെ അതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉപകാരങ്ങൾ അത് വലിയതാണ്. മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകാൻ പാട്ടുകൾക്കാകുന്നു. വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ തന്നെ പാട്ടുകൾക്കാകുന്നു. അതൊന്നും ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല, ലോകമത് അറിയുന്ന സംഭവമാണ്. സ്നേഹിതന്മാരെ, മറ്റൊന്ന് ഇസ്ലാം മതം ഞെരുക്കാക്കിയത് ഈ ഹാർമോണിയം കേൾക്കാൻ പാടില്ല, അത് ശൈത്താന്റേതാണ്. വിനോദങ്ങൾ, പാട്ട്, സംഗീതം പാടില്ല, സംഗീതോപകരണങ്ങൾ പാടില്ല. ഇസ്ലാം എത്ര സുന്ദര മതമാണ് സുഹൃത്തുക്കളെ. എന്താ ഇസ്ലാമിൽ മൗലിക തത്വം? ഇസ്ലാം പ്രകൃതി മതല്ലേ. അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിനോദവും പറ്റ വിരോധിക്കണില്ല. പാട്ട് അനുവദനീയമാണോ, ഹലാലാണോ, ഹറാമാണോ, അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടി. ഹറാമാണ് എന്ന് വന്നാൽ പിന്നെ അതിനെത്ര മോടി പിടിപ്പിച്ചോ അത് മുഴുവനും ഹറാമാണ്. പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ, ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ, അതൊക്കെ ഹലാലുമായി. പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ, ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ, അതൊക്കെ ഹലാലുമായി. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. ഇതിന്റെ വിഷയം അവിടെയാണുള്ളത്. ഏതുപോലെ പ്രസംഗം, അതിനിപ്പോ നമ്മൾ കണ്ടല്ലോ, ഒരു മൈക്കൊക്കെ വെച്ച് ഏതൊക്കെ രൂപത്തിൽ അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാൻ പറ്റോ, അത് നമ്മൾ ചിന്തിച്ചല്ലോ. ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത്. മറ്റതൊക്കെയും തെറ്റിദ്ധരിച്ചതാ. ചുരുക്കി പറയുകയാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളത് ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ. രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധമല്ലാത്തതും ഉണ്ട്. അശ്ലീല ഗാനങ്ങൾ മറ്റതൊക്കെ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീതോപകരണം ഇതാവും. അപ്പൊ അവിടെയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ചില ആയത്തുകൾ നടത്തിയ പരാമർശം ചർച്ചയാകുന്നത്. സൂറത്തുൽ ലുഖ്മാൻ, ആ ആയത്താണ് ചിലര് പാടാൻ പാടില്ല എന്നതിന് കൊണ്ടുവരുന്നത്. എന്താണ് ആയത്ത്? അല്ലാഹു തആല വിമർശിക്കുകയാണ് ആളുകൾക്ക് അവരെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന ലഹുവുൽ ഹദീസ്. ലഹുവുൽ ഹദീസ് ചില ആളുകൾ മനസ്സിലാക്കിയത് ഗാനം, പാട്ട് ഇതിനൊക്കെ പറയുന്ന പേരാണ് എന്നാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ വർത്താനം, ലഹുവ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ല, വെറും വർത്താനം നമ്മൾ പറയൂലേ. ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, അത് പാടിയിട്ട് ആളുകളെ നശിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഹദീസ് ഖുർആനിൽ പറയുന്നത് അത് സംഗീതമാണോ സംഗീതോപകരണമാണോ ചോദിക്കുന്നത്. ലഹുവൽ ഹദീസ് എന്നാ പറഞ്ഞത്. അവിടെ സംഗീതോപകരണം ആലത്തുൽ ഹദീസ് ചീറുന്നൊന്നും പറയുന്നില്ല. അവിടെ ലഹുൽ ഹദീസാണ് ഈ അശ്ലീല ഗാനങ്ങൾ. ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം പേർഷ്യയിലൊക്കെ പോയിട്ട് പല കഥകൾ വാങ്ങിക്കൊണ്ട് വന്ന് അത് വായിച്ച് കേൾപ്പിച്ച് ഖുർആനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷമുള്ള പറയുന്നത് ഒന്നില്ല സബീലില്ല എന്നാ.
അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കൽ തെറ്റാണെന്ന് പറയുന്നത്. എന്നിട്ട് വയത്തെ ഹിതാദിനെ ഉസുവാക്കുക, അതൊന്നും പേര് വായിക്കാറില്ല. അത് ലഹുൽ ഹദീസ് നിരുവാധികം എന്തല്ല വിരോധിച്ചൊക്കെയല്ല. ലഹുൽ ഹദീസ് ഇനി ഈ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തെറ്റെന്നാണ് ഖുർആൻ പാടുന്നതൊക്കെ സമൂഹം കേൾക്കണം. അതിന് ചില പാട്ട് കേൾക്കണമെങ്കിൽ മുട്ടലൊക്കെ വേണ്ടി വരും, മുട്ടാതെ പാടില്ല. മ്യൂസിക് പറ്റൂല എന്ന് പറഞ്ഞിട്ടല്ലേ മ്യൂസിക് വേണ്ടി മ്യൂസിക്കിന് വേണ്ടി